ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു മൾട്ടി ബോഗൻവില്ല അങ്ങ് സെറ്റ് ചെയ്താലോ. ഒരുപാട് നാളായി ഒരു മൾട്ടി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഒരുപാട് റേറ്റാണ് കേട്ടോ. ഒരു ചെടിയിൽ തന്നെ ഒരു 4-5 വർണ്ണത്തിലൊക്കെ വിരിഞ്ഞ് നിൽക്കണം ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ റേറ്റൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ 2000, 1500, അതേപോലെ 3000. അപ്പോൾ അങ്ങോട്ടുള്ള റേറ്റുകളാണ്. അപ്പോൾ തൽക്കാലം ഇപ്പം അങ്ങനെ അത് വാങ്ങാൻ കഴിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള പ്ലാന്റുകൾ വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ അതാ നമ്മൾ പുതിയ 2 വെറൈറ്റിയും പാടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലെയിം റെഡ്, അതേപോലെ ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതൊരു പീച്ച് കളറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് രണ്ടും ഇന്നലെ വാങ്ങിച്ചുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ മൾട്ടി ആയിട്ട് സെറ്റ് ചെയ്യാനിതാ ഇവിടെ കുറച്ച് പ്ലാന്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉള്ള പ്ലാന്റുകളിൽ നിന്നും കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ. എല്ലാത്തിലും പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർപ്പിള്, ഈ ഒരു ജുവല്, അതേപോലെ ഇത് റെഡ് ചില്ലിയുടെ ഒരു തൈയാണ് കേട്ടോ. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ പർപ്പിളും യെല്ലോ, പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ടിയിരുന്നത് ഒരു വൈറ്റ് കളേഴ്സ് ആയിരുന്നു കേട്ടോ. എങ്കിലുള്ളൂ അതിനൊരു എടുപ്പ് കാണിക്കുക. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് കളേഴ്സായി പോയിട്ടോ. എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇത്രയും വലുപ്പമുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 40 രൂപയുടെ പോട്ടാണ്. ഇത്രയും വലുപ്പമുള്ള പോട്ട് പോരെ ശരിക്കും കേട്ടോ. ഇതിലും വലിയൊരു പോട്ട് എടുക്കേണ്ടതായിരുന്നു. കാരണം ഒരു 6 പ്ലാന്റൊക്കെ നടുമ്പോൾ അത്യാവശ്യം വേരോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ക്ഷമിക്കാനാവില്ല. ഈ ഒരു പോട്ട് തന്നെ ഉള്ളൂ കയ്യിലുള്ളത്. കൊണ്ടുവന്നിട്ട് നടലൊന്നും നടക്കൂല കേട്ടോ. കുറേ ദിവസമായി മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2 വർഷം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാമല്ലോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതാ പോട്ട് മിക്സ് റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണും മണലുമാണ് കേട്ടോ. പിന്നെ മണലില്ലാത്ത കൂട്ടുകാർക്ക് ഇതാ മുറ്റൊക്കെ അടിച്ച് വാരിയിട്ട് കിട്ടുന്ന ചരല് പോലത്തതില്ലേ, അത് ഒരു കൂട്ടി വെച്ച് അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 പിടി എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു ചാക്ക് ചാണകപ്പൊടിക്ക് 170 രൂപയാണ് കേട്ടോ ആയത്. നല്ല ഉണങ്ങി പൊടിച്ചെടുത്തിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടത്തോടും തേയിലച്ചണ്ടിയാണ്, അത് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ അതിലേക്ക് നമ്മൾ കുറച്ച് കരിയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പോട്ടിൻ്റെ അടിവശത്തേക്ക് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ കരിയില ചേർത്ത് കൊടുക്കേണ്ടത്. കരിയില നല്ലൊരു വളമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കരിയിലൊക്കെ മൂടത്തക്ക വണ്ണം വേണം പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വളം പാട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേത് നമ്മൾ എല്ലുപൊടിയും ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ലെയറായിട്ട് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പ്ലാന്റുകൾ ഒരുമിച്ചല്ല നമ്മൾ ഈ ഒരു പോട്ടിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടിവളമൊക്കെ ഇട്ട് കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും അടിയിൽ ഇങ്ങനെ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു പോട്ട് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം പ്ലാന്റുകൾ വെക്കാനായിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ നടുമ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇതാ ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഈ ഒരു പോട്ടിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മണ്ണുകളൊന്നും നമ്മൾ കളയുന്നില്ല കേട്ടോ. കാരണം ചെറിയ കവർ സൈസ് പ്ലാന്റുകളായിരുന്നു. അപ്പോൾ ഒരുപാട് മണ്ണൊന്നും കളയണ്ട. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും ഇതാ ഇതുപോലെ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോട്ട് മിക്സും ഇതിൽ നിറച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സെറ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ മൾട്ടി ബോഗൻവില്ല ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് നമ്മൾ പ്ലാന്റുകളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾ വെച്ചിട്ടും നമുക്ക് ഇതൊരു മൾട്ടി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.